അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹായ് ലേണേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഔറത്തോം കാ ദർജ എന്ന പാഠത്തിലെ മഷ്കിൻ്റെ വിശദീകരണമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. മായന യാദ് കീജിയെ, അർത്ഥം ഓർത്തു നോക്കൂ. ഷാദി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഖുഷി, സന്തോഷം. ഉർബത്ത് എന്ന് പറഞ്ഞാൽ വത്തൻ യാ ഗർസെ ദൂരി, സ്വന്തം നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ വിദൂരത്താവുക, പ്രവാസം എന്നൊക്കെ പറയാം. ഹലാവത്ത് എന്ന് പറഞ്ഞാൽ മാധുര്യം, ഇഫത്ത് എന്ന് പറഞ്ഞാൽ ചാരുദാർഥ്യം, തീനത്ത് എന്ന് പറഞ്ഞാൽ പ്രകൃതി, മിഹറോ വഫ സ്നേഹം, സത്യസന്ധത, ഗുഡ്ഡീമേം ഹോന എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രകൃതിയിലാവുക, തൻ്റെ പ്രകൃതിയായി മാറുക അല്ലെങ്കിൽ സ്വഭാവമാവുക എന്നൊക്കെ പറഞ്ഞു. ഇബാരത്ത് എന്ന് പറഞ്ഞാൽ മിസാൽ, എക്സാമ്പിൾ എന്ന് നമ്മൾ പറഞ്ഞു, ഒരു ഉദാഹരണം. മൂനിസ് എന്ന് പറഞ്ഞാൽ മഹബത്ത് കർണേവാല, പ്രേമഭാചനം. ഒം ഖാർ എന്ന് പറഞ്ഞാൽ ദുഃഖം അകറ്റുന്നവൻ. ഫർസന്ത് എന്ന് പറഞ്ഞാൽ കുട്ടി. നാദാർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ. ഉസ്രത്ത് എന്ന് പറഞ്ഞാൽ പ്രയാസം. ഇഷ്റത്ത് എന്ന് പറഞ്ഞാൽ ആറാം, ഖുഷ് ഹാലി അല്ലേ, ഒരു ആശ്വാസം എന്നൊക്കെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. ഇനി ഒരു നിങ്ങൾക്കുള്ള വർക്ക് ഓർ കീജിയെ, ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഹമാരെ ഘർ, നമ്മുടെ വീട്, ഓർ സമാജ് മേം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ, സമാജ് എന്ന് പറഞ്ഞ സമൂഹം, ഓർ സമാജ് മേം സമൂഹത്തിൽ, ഔറത്ത് കാ വുജൂദ്, ഈ സ്ത്രീകളുടെ സ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏക് ഖാസ് അഹ്മിയത്ത് രക്താ ഹെ, അതിന് വളരെ പ്രാധാന്യമുണ്ട് അല്ലേ. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ത്രീകൾ ഉണ്ടാവുക എന്നതിന് വളരെ പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. ഹാലിനെ ഉസ് നലുമ്മെ, അൽത്താഫ് ഹുസൈൻ ഹാലി ഈ ഒരു പദ്യത്തിൽ ഔറത്ത് കി ബഹുത് സി ഹൂബിയാൻ ബയാൻ കി ഹെ, സ്ത്രീകളുടെ വളരെയധികം നന്മകൾ, ഹോബി എന്ന് പറഞ്ഞ നന്മകൾ, ഹോബിയാം നന്മകൾ ബയാൻ കി ഹെ വിശദീകരിച്ചിട്ടുണ്ട്. ലേക്കിൻ ഔറത്തോം കെ സാത്ത്, പക്ഷേ ഔറത്തോം കെ സാത്ത് സ്ത്രീകളോട് കൂടെ സിയാദത്തി കി വാക്കിയാത്ത്, സിയാദത്തി എന്ന് പറഞ്ഞ അക്രമം. അപ്പോൾ സ്ത്രീകളോട് കൂടെയുള്ള സിയാദത്തി കി വാക്കിയാത്ത്, അക്രമങ്ങളുടെ സംഭവങ്ങൾ അല്ലേ, സ്ത്രീകളോട് കൂടെയുള്ള ആക്രമണ സംഭവങ്ങളും ദുനിയാമേം ബഹുത് ആം ഹെ, ഈ ലോകത്ത് വളരെ പൊതുവായാണ്, കോമൺ ആയിട്ട് നടക്കുന്നതാണ്. ഉസ്കാ സബബ് ക്യാ ഹെ, അതിൻ്റെ കാരണം എന്താണ്. और औरतों की हालत को बेहतर कैसे बनाया जा सकता है, ഈ സ്ത്രീകളുടെ അവസ്ഥ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് ഉഷാറാക്കാൻ സാധിക്കുക. ഉസ്കാ സബബ് ക്യാ ഹെ, ഒന്നാമത്തെ അങ്ങനെ സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ നടത്താനുള്ള കാരണം എന്താണ്, അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതണം. അതുപോലെ ഔറത്തോം കി ഹാലത്ത് കോ ബഹ്തർ കൈസെ ബനായ ജാ സക്താ ഹെ, ഈ സ്ത്രീകളുടെ ഈ അവസ്ഥയെ എങ്ങനെയാണ് നമുക്ക് ഉഷാറാക്കാൻ സാധിക്കുക, നന്നാക്കി കൊണ്ടുവരാൻ സാധിക്കുക, മെച്ചപ്പെടുത്താൻ സാധിക്കുക. ഈ ഒരു വിഷയത്തിൽ ഒരു 5 വരിയെങ്കിലും നിങ്ങൾ എഴുതുക. ഇതിൻ്റെ മഷ്കൺ ആക്ടിവിറ്റീസ് ആണല്ലോ. അപ്പോൾ സ്ത്രീകൾ എന്തുകൊണ്ടാണ് ആക്രമണത്തിന് ഇരയാകുന്നത്, അതുപോലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകളെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന വിഷയത്തിൽ നിങ്ങൾ നല്ലൊരു 5 വരി കുറയാത്തൊരു പാരഗ്രാഫ് എഴുതി കൊണ്ടുവരിക. അതുപോലെ നീച്ചെ ലിഖേ ഹുയെ അൽഫാദ് കോ ബുലന്ദ് ആവാസ് സെ പഠേ, താഴെ തന്നിട്ടുള്ള വാക്കുകളെ വളരെ വലിയ ഉച്ചത്തിൽ വായിക്കാനാണ് പറയുന്നത്. ഹലാവത്ത് നമ്മൾ പറഞ്ഞു മാധുര്യം, ഇഫത്ത് ചാരുദാർഥ്യം, തീനത്ത് പ്രകൃതി, കുട്ടി, ഒംഹാർ ഉസ്രത്ത് ഇഷ്റത്ത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത് വായിക്കുന്നതിനപ്പുറം ഇത് ജുംലയിൽ പ്രയോഗിച്ച് എഴുതാൻ ശ്രമിക്കുക. ഇതും ഇതിലെ ആക്ടിവിറ്റിയാണ്. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യങ്ങൾ, സോച്ചിയെ ഒരു ബത്തായെ, ചിന്തിക്കൂ പറയൂ, ഇതിൻ്റെയും ആൻസർ നിങ്ങൾ എഴുതണം. ദുനിയാക്കി സീനത്ത് കിസ്കെ ദം സേ ഹെ, ഈ ദുനിയാവിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ആരുടെ കാരണത്താലാണ്. പദ്യത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഷായറിനെ ഔറത്തോം കി കോൺസി ഹോബിയാം ബയാൻ കി ഹെ, നമ്മുടെ കവി സ്ത്രീയുടെ ഏതെല്ലാം നന്മകളാണ് വിശദീകരിച്ചത്, അതും എഴുതുക.
तुम हो तो औरबत है वतन तुम बिन है वीराने चमन इस मसറ का मतलब लिखिए. ഈ ഒരു വരിയുടെ ഉദ്ദേശം എഴുതാനാണ് പറയുന്നത്. തും ഹോ തോ ഔർബത്ത് ഹെ വത്തൻ, നിങ്ങൾ പ്രവാസത്തിലാണെങ്കിലും അത് രാജ്യമാകുന്നു. തും ബിൻ ഹേ ചമൻ വീറാന ഹേ, നിങ്ങളില്ലെങ്കിൽ ചമൻ പൂന്തോട്ടങ്ങളെല്ലാം വിജനമാണ് എന്ന് പറഞ്ഞ ആ വരിയുടെ ഉദ്ദേശം എന്താ, നിങ്ങളുടെ ഭാഷയിൽ വിശദീകരിക്കുക. അതാണ് അടുത്ത ആക്ടിവിറ്റി. പിന്നുള്ളത് നീച്ച ലിഖേ ഹുയ അൽഫാദ് ക വാഹിദ് ലിഖേ, താഴെ തന്നിട്ടുള്ള ലഫ്ലുകളുടെ അത് ജം ആണ്, അതിൻ്റെ വാഹിദ് ഏതാണ്? ഷഹ്സാദിയാം, രാജകുമാരിമാർ. ഷഹ്സാദിയാം എന്നുള്ളതിൻ്റെ വാഹിദ് എന്താണ്? ഷഹ്സാദി. ആ ഒരു ദാലിന് ശേഷം വെറും ഒരു യാ ഇട്ട് കൊടുക്കുക, ഷഹ്സാദി. ആ അലിഫ് നൂന് ഒഴിവാക്കിയാൽ മതി. ലാസ്റ്റുള്ള ഷഹ്സാദി, ദാലിന് ശേഷം ഒരു യാ ഇട്ട് കൊടുക്കുക. സെയിം പോലെയാണ് ആബാദിയാം എന്ന്. ആബാദിയാം എന്നുള്ളതിൻ്റെ വാഹിദ് ആബാദി, ദാലിന് ശേഷം ഒരു വാവ്. ഷാദിയാം എന്നുള്ളതിൻ്റെ വാഹിദ് എന്ന് പറഞ്ഞാൽ ഷാദി, ഒരു യാ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും നിങ്ങൾ എഴുതണം. ഈ അവറത്തോം കാ ദർജ എന്ന് പറയുന്ന ഈ പാഠത്തിലുള്ള ആക്ടിവിറ്റീസാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് എഴുതി പഠിക്കണം. ഇനി അമലിക്കാം, നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഇസ് നസ്ം കി റോഷ്നി മേം, ഈ ഒരു പദ്യത്തിൻ്റെ വെളിച്ചത്തിൽ ഔറത്ത് മർത്തബ പർ 5 ജുംല ലിഖേ, സ്ത്രീകളുടെ സ്ഥാനത്തിൻ്റെ മേൽ, സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ച് ഒരു 5 ജുംല എഴുതാൻ. ഇതും നിങ്ങൾ എഴുതി കൊണ്ടുവരിക. അപ്പോൾ ഇത് നമ്മുടെ ഈ പാഠത്തിലെ മഷ്കാണ്. ഈ മഷ്ക് കൃത്യമായി നിങ്ങൾ ഹോംവർക്ക് ഡെയിലി പാഠം കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ മഷ്ക് ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.